കണ്ണൂരിൽ എസ്.എം. പാർക്ക് ഭാഗത്ത് ഉണ്ടായ ഒരു തെരുവ് നായ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഒരു കുട്ടി ഇന്നങ്ങനെ മരിച്ചുപോയി. പരിയാരത്ത് ചികിത്സയിലേനും അതും പേവിഷബാധയുടെ ലക്ഷണങ്ങളൊക്കെ ആ കുട്ടിയിൽ കാണിച്ചിരുന്നു. പിന്നെ ആ വാക്സിനേഷനൊന്നും കറക്റ്റായിട്ടുള്ള വാക്സിനേഷനൊന്നും കിട്ടാത്തത് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചൊന്നും പറയാൻ പറ്റില്ല. മുഖത്തും കണ്ണിനൊക്കെയാണ് കടി കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ തന്നെ ഇത്രയും ഭീകര അന്തരീക്ഷം അത്രയും ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ആഴ്ച അത്രയും ഭീകരമായ ഒരവസ്ഥയിലേനും കണ്ണൂർ ടൗണിൽ ആൾക്കാർ നടന്നു പോയവരെ മൊത്തം കടിച്ചിനെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള കാര്യം. എന്നിട്ടും കോർപ്പറേഷൻകാരുടെ ഭാഗത്തുനിന്നും മറ്റുള്ള എന്താ പറയണ്ടേ മൃഗസ്നേഹികളുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നതും പട്ടികളിങ്ങനെ പായിക്കുന്നത് കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കോടതിയിൽ കയറ്റുന്നു. അപ്പോൾ മനുഷ്യജീവൻ അത്ര മാത്രമേ വിലയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു തെരുവ് നായ്ക്കളെയും നമ്മൾ കൊല്ലുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പേ പിടിച്ച നായ്ക്കൾ എന്തെങ്കിലും അവരെ അത് ഇളകി നടന്നാൽ ഇളകി നടന്നാൽ തന്നെ മറ്റുള്ളവരെയൊക്കെ കടിച്ചിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ലക്ഷണം കാണിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് കിട്ടിയിട്ടില്ല കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കും പേയുടെ അതേ ലക്ഷണങ്ങൾ കാണിക്കും. അതാണ് സംഭവിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഓരോ ആവശ്യത്തിന് കണ്ണൂർ ടൗണിലൂട്ടിയും അവിടെ ഇവിടെയൊക്കെ പോകുമ്പം തന്നെ മഴയത്തൊക്കെ കുടയും പിടിച്ച് പോകുമ്പോഴൊന്നും ഓടാനും അതേപോലെ തന്നെ പട്ടികളെ പായിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള ഒരു ഒരു നമുക്ക് ഒരു ഹെൽപ്പ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേവരെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ്. ആ കുട്ടി മരിച്ചു പോയിട്ട് അതിലൊരു കുലുക്കമൊന്നും ഉണ്ടാവില്ല. അവർക്ക് തീരെ ഒരു കുലുക്കമൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സമീപനം അവരുടെ ആ കമൻറ്റിൽ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞു, അവർ കമൻറ്റിൽ ഭയങ്കര രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നവരോടൊക്കെ വിമർശിക്കുന്നത്. കാരണം അവർക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നില്ല. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കടിച്ചിതാക്കുമ്പോൾ അവരുടെ അച്ഛനും അമ്മേൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ ഇതിന് ഫുഡ് കൊടുക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. നമ്മളൊക്കെ ഫുഡ് കൊടുക്കുന്നത് തെരുവുനായ്ക്കളുടെ ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് ഫുഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നായകളിലൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. എപ്പോഴും മഴ നനയുന്നതും അങ്ങനെയൊക്കെ ഉള്ള നായകൾക്ക് പല രോഗങ്ങളും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഒട്ടും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടും ഒരു ഇതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.